വെൽക്കം ടു ദ ഷോ. ഭയങ്കര കളർഫുൾ ആയിരിക്കുന്നു, പോസ്റ്റർ പോലെ. ഞാൻ അമീന് ഇതിലുണ്ട്. അമീന് പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്, ഫായിസ്ക, അങ്ങനെ ഋഷി, ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞങ്ങൾ ഒരു കോംബോ പോലെ എല്ലാരും ഒരു കോമഡിയാണ്. കുറച്ച് ഇമ്മച്ചുർ ആയിട്ടുള്ള പിള്ളേർ കോളേജിൽ കയറി കാട്ടിക്കൂട്ടുന്ന അക്രമമാണ്. ക്യാരക്ടറിന്റെ പേര് മറിയാന്നാണ്. ലീഡ് ഹീറോയിനാണ്. ആഡമിന്റെ പേരായിട്ടാണ് ചെയ്യുന്നത്. ഇതിലില്ലെങ്കിലും യഥാർത്ഥത്തിൽ ഫ്രാങ്കോന് പ്രണയമൊക്കെ ഇല്ലേ? സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായിട്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിന്റെ കഥയാണോ? ഭയങ്കര ജാടയാണ്, അതുപോലെ ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്, അഭിനയം പരിചയമില്ല. സ്വിച്ച് ചെയ്യാൻ തോന്നില്ല, പറഞ്ഞോ. ഹായ്, ഹലോ, വെൽക്കം ടു സെല്ലുലോയിഡ്. ദിസ് ഈസ് നിമിഷ റാം. സജിൽ മാമ്പാട് സംവിധാനം ചെയ്യുന്ന ഡെർബി എന്ന ക്യാമ്പസ് എന്റർടൈൻമെന്റ് മൂവിയുടെ വിശേഷങ്ങളുമായി താരങ്ങളാണ് നമ്മോടൊപ്പം ഇന്ന് എത്തിയിട്ടുള്ളത്. വെൽക്കം ടു ദ ഷോ. ഓക്കെ, ഭയങ്കര കളർഫുൾ ആയിരിക്കുന്നു, പോസ്റ്റർ പോലെ. ആരിൽ നിന്നാ തുടങ്ങുക? ആദം സാബിക്. ഓക്കെ, ആദമാണ് ഇതിലെ അർജുൻ, മെയിൻ ക്യാരക്ടർ റോൾ. ബട്ട് സ്റ്റിൽ നമ്മൾക്ക് ആദമിൽ നിന്നിട്ട് തുടങ്ങാം. ഓക്കെ, കഥാപാത്രത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് തുടങ്ങാം. പറയൂ, ഫിലിമിൽ ക്യാരക്ടറിനെ കുറിച്ച്. അർജുൻ എന്നാണ് പേര്. അർജുൻ്റെ അമ്മ എബ്രോഡ് നേഴ്സാണ്. അച്ഛൻ പറയുന്ന പോലെ ഇവര് ഭയങ്കര സപ്പോർട്ടായിട്ട് എല്ലാ കാര്യങ്ങൾക്കും നിന്ന് അങ്ങനെ പുള്ളി +2 കഴിഞ്ഞ് കോളേജിൽ ചേരാൻ പോകുന്നു. അത്യാവശ്യം എന്താ പറയുക, ഓവർ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ളൊരാൾ, അത്യാവശ്യം ഒറ്റബുദ്ധിയായിട്ടുള്ളൊരാൾ. പിന്നെന്താ പറയാ, എക്സ്ട്രോവേർട്ട് ആണല്ലേ ഫിലിമിൽ, എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാള്. പിന്നെ ഉള്ള വള്ളിയൊക്കെ പിടിക്കാൻ അത്യാവശ്യം എല്ലാ വള്ളിയും പിടിക്കുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. ഇനി ഹരിയിലോട്ട് വരികയാണെങ്കിൽ അല്ലേ, സാഹസത്തില് എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെട്ട, ഒരുപാട് എല്ലാവരും ത്രില്ലയിപ്പിച്ച, രസിപ്പിച്ച ഒരു ക്യാരക്ടറാണ്. ഈ മൂവിയിലെ ക്യാരക്ടറിനെ കുറിച്ച് പറയും. ഈ മൂവിയിലെ ക്യാരക്ടറും അതുപോലെ ഒരു പാവം ക്യാരക്ടറാണ്. ഇവരുടെ ധൈര്യത്തിൽ ഓരോ കാര്യങ്ങൾ കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇവർക്ക് ആ ക്യാരക്ടറിനോടുള്ള ഒരു സ്നേഹം ഈ സിനിമ സെക്കൻഡ് ഹാഫിൽ അതൊരു പരിപാടിയായിട്ടുണ്ട്. അതാണ് സ്വന്തമായിട്ടുള്ള ധൈര്യമല്ല, കൂടുതൽ ആൾക്കാരുടെ ധൈര്യത്തിൽ. അതെ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ബേസിക്കലി മലപ്പുറത്തൊരു സാധാരണ വീട്ടിൽ നിന്ന് ക്യാരക്ടറാണ്. കോളേജ് വന്നതിന് ശേഷം കുറച്ച് കോളേജൊക്കെ ആസ്വദിക്കുന്നത്. കോമിക്കൊക്കെ ചെയ്യുന്ന ക്യാരക്ടറാണോ? ഒരു കോമഡി കഥാപാത്രം? കോമഡിയാണ്. ഞാൻ അമീന് ഇതിലുണ്ട്. അമീന് പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്, ഫായിസ്ക, അങ്ങനെ ഋഷി, ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞങ്ങൾ ഒരു കോംബോ പോലെ എല്ലാരും ഒരു കോമഡിയാണ്. കുറച്ച് ഇമ്മച്ചുർ ആയിട്ടുള്ള പിള്ളേർ കോളേജിൽ കയറി കാട്ടിക്കൂട്ടുന്ന അക്രമമാണ്. ഓക്കെ, ഇനി ജസ്നിയയിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു മുഴുനീളം നായികയായിട്ടുള്ള കഥാപാത്രം ആദ്യമായിട്ട് ചെയ്യാണല്ലേ? അതെ അതെ. ഓക്കെ, ജസ്നിയുടെ ക്യാരക്ടറിനെ പറ്റി പറയാം. ക്യാരക്ടറിന്റെ പേര് മറിയാന്നാണ്. ലീഡ് ഹീറോയിനാണ്. ആഡമിന്റെ പേരായിട്ടാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ മാതിരി നമ്മുടെ യൂഷ്വൽ ഒരു കോൺസെപ്റ്റ്, ഇങ്ങനെ നായികമാർ പൊതുവേ സിനിമയിൽ ഇൻട്രോയിൽ എടുക്കാറാകുമ്പോൾ ജോയിൻ ചെയ്യുന്നു, പിന്നീട് അങ്ങോട്ട് ത്രൂ ഔട്ട് എന്നുള്ള പോലെയാണ്. പക്ഷെ ഇതിലെ മറിയാന്നുള്ള ക്യാരക്ടർ ഫ്രം ദ ബിഗിനിങ് സീൻ തൊട്ട് ഏറ്റവും അവസാനം വരെ ഞങ്ങൾ 6 പേരുടെ ഒരു ഗ്യാങ് ആണ്. ഇപ്പം ഈ പറഞ്ഞ മാതിരി ആഡം, ഹരി, അമീൻ, റഷ്യൻ, അനു, ഞാൻ, അങ്ങനെ. അപ്പം ഞങ്ങൾ 6 പേരും ആദ്യം തൊട്ട് അവസാനം വരെയും ഒരുമിച്ചുണ്ട്. ഒരുവിധം എല്ലാ സീനിലും എങ്കിൽ കോമ്പിനേഷൻ ഇവരെല്ലാവരുമായിട്ടാണ്. പിന്നെ അതല്ലാത്തത് ഞാനും ആഡമുള്ള കോമ്പിനേഷൻ സീൻസും ഉണ്ട്. അത്യാവശ്യം പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്യാരക്ടറും കൂടെയാണ്. പെർഫോമൻസ് ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ ജസ്നിയ ബേസിക്കലി ഡാൻസർ ആണല്ലോ അല്ലേ? അപ്പോൾ ഇതിൽ ഡാൻസ് ഒക്കെ, ജസ്നിയുടെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ കാഴ്ച. ഡാൻസ് സത്യം പറഞ്ഞാൽ അത്ര എക്സ്പ്ലോർ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു ഡാൻസ് ഇതിൽ വേറൊരു ഫീമെയിൽ ക്യാരക്ടർ ഉണ്ട്, ആൻ മെർലറ്റ് എന്ന് പറഞ്ഞ ആള്, പണിയിൽ അഭിനയിച്ചിട്ടുള്ള ആളുടെയാണ് മെയിൻ ഡാൻസ് ഫോക്കസ് ചെയ്യുന്നത്. എൻ്റെ അങ്ങനെ ഡാൻസ് അധികം എക്സ്പ്ലോർ ചെയ്യുന്നില്ല. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ടുള്ള ഒരു സോങ്ങിൽ ചെറിയൊരു ഡാൻസ് പോർഷൻ ഉണ്ട് എന്നല്ലാതെ അങ്ങനെ അതിൽ നിരാശ തോന്നിയോ? ലൈക്ക് എനിക്ക് തോന്നുന്നു സുമതി വളവിലും ഡാൻസ് ഇല്ല, കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ല അല്ലേ? ഇല്ല, പറ്റിയിട്ടില്ല. അല്ല, ഡാൻസ് പിന്നെ പൊതുവെ ഇപ്പൊ എന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അവരെ കണ്ടിട്ടുണ്ടല്ലോ. ഇതിപ്പോ സുമതിയിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പക്ക തമിഴെത്തി അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ഇപ്പൊ ഇതിലെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ഇപ്പൊ ആൾക്കാർ കാണാത്ത സംഭവങ്ങൾ കാണട്ടെ. ഇനി തിരിച്ച് ഫ്രാങ്കോ, എന്തൊക്കെയുണ്ട് ഫ്രാങ്കോ? സുഖമായിരിക്കണം. ഇതൊരു ക്യാമ്പസ് പടമാണല്ലോ. ഇതിൽ കുറേ ഇടിസീൻ കണ്ടിട്ടുണ്ട് അല്ലേ? ട്രെയിലറിൽ മൊത്തത്തിൽ അടിയൊക്കെയാണ്. ഇതിൽ ഫ്രാങ്കോ എങ്ങനെയാ?
ഇടി കൊള്ളുന്നവനാണോ തല്ലോളിയാണോ ഐ മീൻ അതല്ല ഇടിച്ച് കിട്ടണോ അതോ തിരിച്ചു കൊടുക്കുക എങ്ങനെയാ? രണ്ടും മിക്സ് ആയിട്ടുള്ള പരിപാടിയാണ്. കൊടുക്കും വാങ്ങും. കൊടുക്കുക വാങ്ങുക ത്രൂ ഔട്ട് ഇടിയാണോ? ഇടിയുണ്ട്, അതുപോലെ ഈ പറയുന്ന പോലെ ഇവരുടെ റൊമാൻസ് പരിപാടികള് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പ് അങ്ങനത്തെ. ഫ്രാങ്കോ ഒരു ഇതില്ലതേ ഇവരുടെ റൊമാൻസ് പരിപാടികൾ. ഫ്രാങ്കോന് റൊമാൻസ് പറയാൻ പറ്റത്തില്ല. ഫ്രാങ്കോന് നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ അല്ലേ? ജിംഖാനിൽ എന്താ നമ്മൾ വിചാരിച്ചേ താഴെ വീഴുന്നത്, പക്ഷെ ഫ്രാങ്കോ ആണ് അതിൽ എല്ലാവരെയും ഞെട്ടിച്ച്. അതുപോലെ പറ ഫ്രാങ്കോ, ഇതിൽ റൊമാൻസ് ആരോടായിരുന്നു പടത്തില്? ഇവർക്ക് എല്ലാവർക്കും ഉണ്ടോ ഇതില്? കുറച്ച് പേർക്കൊക്കെ ഉണ്ട്, നമ്മളിപ്പോ റിവീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അത് സാരല്ലേ, ഇതിലില്ലെങ്കിലും യഥാർത്ഥത്തിൽ ഫ്രാങ്കോന് പ്രണയമൊക്കെ ഇല്ലേ? പേടിക്കണം, ഒരുപാട് നാണൊക്കെ വരുന്നു. എവിടെയൊക്കെ ഇല്ലാന്ന് പറഞ്ഞാൽ ഇത് കാണോട്ടെ, ഇല്ലാന്ന് പറഞ്ഞാലും പ്രശ്നം ഉണ്ടെന്നോ എന്തെങ്കിലും ഒരു പ്രശ്നമില്ല മനസ്സിലാക്കി. പ്രശ്നമൊന്നുമില്ല. ഇടയിൽക്കൂടെ പറയൂ സൂപ്പർണ. എനിക്കൊന്ന് സൂപ്പർണയുടെ പ്രേമലുവിന് ശേഷം, പ്രേമലുവില് നമ്മുടെ നെസ്ലിന്റെ ഒരു വിധിയെ, പ്രേമലുവിന് നെസ്ലിൻ കണ്ടിരിക്കെ വേറെ ആളുടെ കൂടെ അല്ലേ ഓടിപ്പോയി. തേച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ? റിജക്ഷൻ ആണ് അല്ലേ? കാര്യമൊക്കെ വ്യക്തമായിട്ട് തുറന്നു പറഞ്ഞു. പണിയും കൂലിയും ഭാവിയൊന്നും കാണാൻ ഓൾറെഡി കമ്മിറ്റഡ് ആയതിനു ശേഷമാണല്ലോ ഒന്ന് പറയുന്നത്. മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ അതോടുകൂടി സിനിമ തീർന്നാനെ. അതുകൊണ്ട് ഇതിലെ കഥാപാത്രം എങ്ങനെ? ഇതിലും ആ ഒരു സെറ്റപ്പ് ആണോ അതോ? ഇല്ല, ഇതില് ഹരിയുടെ പേരാണ് പ്രണയം. ഇതില് ഹരിയുടെ പേരാണ് റൊമാൻസ്, ഫുൾ റൊമാൻസ്. ഇപ്പൊ നിങ്ങളൊക്കെ കോളേജ് സ്കൂൾ ലൈഫിലൊക്കെ റാഗിങ് ഒക്കെ അനുഭവിച്ചിട്ടുണ്ടോ? ഈ കൂട്ടത്തിൽ ആർക്ക് ഏറ്റവും കൂടുതൽ റാഗിങ് ഒക്കെ കിട്ടിയിട്ടില്ല? എനിക്ക് കോളേജിലല്ല സ്കൂളിലൊക്കെ റാഗിങ് കിട്ടിയിട്ടുണ്ട്. +1 +2 ശിവരാജനാവും. പണ്ടത്തെ കാലഘട്ടത്തിൽ 80-ലൊക്കെ കോളേജിൽ പഠിച്ചു. ആണോ? നമുക്ക് ചേട്ടന്ന് വിളിക്കാം. റാഗിങ് ഒക്കെ കിട്ടിയിട്ടില്ല. അല്ല, റാഗിങ് ഒക്കെ കിട്ടിയത് കൊണ്ട് അത് ഫിലിമിലൂടെ തിരിച്ചു ചെയ്ത് ഇല്ല. ഇനി ഫിലിമിലോട്ട് വരുമ്പോൾ ഇതിലൊരു ക്യാമ്പസ് ലൈഫിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതില് പ്രണയം പറയുന്നുണ്ട്, ഒരുപാട് അടിയിടി. അപ്പോൾ അതൊരു മെസ്സേജ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു പണ്ടത്തെ, എനിക്കറിയത്തില്ല, ഇപ്പോഴൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ കോളേജിൽ അടിയും ഇടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഭയങ്കര സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായിട്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിന്റെ കഥയാണോ പറയണേ കോളേജ് ലൈഫ്? അതെ, അങ്ങനത്തെ ഇൻസിഡൻസ് ഒക്കെ ഈവെന്റ്സ് ഒക്കെ സിനിമയിലുണ്ട്. ഇതില് അനു വാഴയിലൊക്കെ അനുവിന്റെ ക്യാരക്ടർ ഒരു ഇൻഫ്ലുവൻസർ ആണ്. അപ്പൊ അവന്റെ 10K സെലിബ്രേഷൻ അതൊക്കെ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അവർ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് കോളേജ് ലൈഫിൽ കിട്ടാൻ വേണ്ടിയിരിക്കും, അപ്പൊ മനഃപൂർവ്വം ഇൻസിഡൻസ് ആക്കി എടുത്ത് അടിയൊക്കെ ഉണ്ടാക്കാലോ. അങ്ങനത്തെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ചെയ്യുന്ന കുറെ വെളിത്തരൊക്കെ അപ്പൊ അല്ല, അങ്ങനെ അല്ലേ? ഇപ്പം ഇത് ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു കോളേജിൽ എന്ത് സംഭവിച്ചാലും റീലൊക്കെ ആയിട്ട് പുറത്തിറക്കാമല്ലോ. ഓക്കെ, അപ്പൊ ഇതിൽ കുറെ സീനിയർ ആക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലെ? ഷൈൻ ടോം ചാക്കോ, അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന ടൈമിൽ എങ്ങനെയുണ്ടായിരുന്നു? ഷൈൻ ടോം ചാക്കോയുടെ ഇവർക്ക് മാത്രം കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. ശബരീഷനോട് ഞങ്ങൾക്ക് 2 ദിവസം എന്തോ ഉണ്ടായിരുന്നു. 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അമീനും അനുവിനും ആദമിനും ആയിരുന്നു ഷൈൻ ചേട്ടനായിട്ടുള്ള കോൺവെർസേഷൻ. ഒരു സീൻ ഉണ്ടായിരുന്നു അങ്ങനെ നമുക്കൊന്ന് പരിചയപ്പെടാനൊരു. പുള്ളി അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്ന, പുള്ളി വരുന്നത് അങ്ങനത്തെ ഒരു റിവീൽ ചെയ്യാൻ പറ്റാത്തൊരു സാധനം. ഓക്കെ, ഇനി സെറ്റിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഫൈറ്റ് സീൻസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ട്രെയിനിങ്ങോ അതുപോലെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. നമുക്ക് എല്ലാ 3 ഷൂട്ടിംഗ് തൊട്ട് മുമ്പ് കാണിച്ചു തരും ഇതാണ് പരിപാടി. അതൊന്നോ 2 തവണ റിഹേഴ്സൽ ചെയ്ത് നോക്കും അല്ലേ? മാസ്റ്റർ അടിപൊളിയായിരുന്നു. മാസ്റ്റർ ഭയങ്കര, നമുക്ക് എനർജി ഇല്ലെങ്കിൽ പുള്ളിയെ കാണുമ്പോൾ നമ്മുടെ എനർജി അങ്ങ് കൂടും. പെട്ടെന്ന് നമ്മൾ മോൾഡ് ചെയ്ത് പെട്ടെന്ന് അവിടെ നിർത്തും. ഓക്കെ, അങ്ങനെ ഞാൻ ഇനി ഒരു ടാസ്കരാണ്. ഹരി, ഞാൻ പറയുമ്പോൾ നല്ല കുറച്ച് അമീനെ കുറിച്ചുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങൾ, സോറി അമീനല്ല, ആഡമിനെ കുറിച്ചുള്ള സത്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയണം. ഞാൻ സ്വിച്ച് ചെയ്യാൻ പറയുമ്പോൾ നേരെ ആളെ കുറിച്ച് കള്ളം പറയണം, കുറച്ച് പുകഴ്ത്തി പറയണം. അതായത് പെട്ടെന്ന് സ്വിച്ച് എന്ന് പറയുമ്പോൾ അപ്പം നേരെ ഓപ്പോസിറ്റ് പറഞ്ഞോളാം. ട്രൈ ചെയ്ത് നോക്കാം. അതിനെ കുറിച്ച് ശിവ പറഞ്ഞു.
മനസ്സിലായി എനിക്ക് തോന്നുന്നു ശിവയ്ക്കായിരിക്കും ആദമിനെ കൂടുതൽ അറിയാന്നുള്ളത്. ആണോ? അല്ല ഞാൻ ബുക്ക് ചെയ്തു. ശിവ എന്നെ കുറിച്ച് പറഞ്ഞോളൂ. ഹോസ്റ്റലറില് ബുക്ക് ചെയ്തൊക്കെ ഇട്ടിരിക്കുന്നു. കാരണം ശിവ നല്ലത് മാത്രമേ വേറെ ആരെങ്കിലും വലിയ വിശ്വാസമില്ല അതുകൊണ്ട്. ഇല്ല, പറ. ഒരു ധൈര്യമായിട്ട് ഞാൻ പറയാം. ഓക്കെ, നമുക്ക് ജസ്നിയാൻ തുടങ്ങാം. ജസ്നി ഫസ്റ്റ് ശിവനെ ശിവരാജിനെ കുറിച്ച് നല്ലത് പറയാം. ഞാൻ switch ആദ്യം എന്ന് പറയുമ്പോ സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇപ്പൊ തന്നെ തുടങ്ങാം. നല്ലതെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ മതി. സത്യം. ഓക്കെ. ഇപ്പൊ ഈ സിനിമയിലത്തെ അഭിനയിച്ച ക്യാരക്ടേഴ്സില് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസസില് ടോപ്പ് ലിസ്റ്റില് എനിക്ക് ഇഷ്ടപ്പെട്ടതില് ആ ടോപ്പ് ലിസ്റ്റിലുള്ള ആളാണ് ശിവ. ബാക്കി എല്ലാരെക്കാട്ടിലും ഭയങ്കര പ്രിപ്പയർ ചെയ്ത് ആ ക്യാരക്ടറിന് ലൈഫ് കൊണ്ടുവരാൻ വേണ്ടി നല്ലോണം ഇത് ചെയ്യുന്ന ആളാണ് ശിവ. സ്വിച്ച് ആലോചിക്കുക. പങ്ക്ച്വാലിറ്റി ഇത്തിരി കുറവാണോ എന്നൊരു സംശയമുണ്ട്. പിന്നെ എന്താണ് നമ്മൾ പ്രൊമോഷൻസിന് പോകുമ്പോ ഒക്കെ ഇങ്ങനെ മാറി നിൽക്കുന്നതൊക്കെ കാണാറുണ്ട്. നമ്മൾ പടത്തിന് വേണ്ടി അങ്ങനെ എനർജറ്റിക് ആയിട്ട് അങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടില്ല. ഓക്കെ, മതിയല്ലേ? ഓക്കെ, ആദ്യം സത്യം പറയാം. അത് എന്താണ്? ഓക്കെ, പറയൂ. ഇപ്പം ജസ്നിയാന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം കാണുന്നത് നമ്മള് TV ഷോയില് പരിപാടി ഡാൻസർ പ്രോഗ്രാമിൽ വിൻ ചെയ്യുമ്പോഴൊക്കെ നമ്മള് വീട്ടില് TV-യില് അത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അപ്പം വീട്ടിൽ എൻ്റെ അമ്മയും മുത്തശ്ശിയൊക്കെ ഉള്ള സമയത്താണ്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇയാളുടെ കൂടെ അഭിനയിക്കുമ്പോൾ. നമ്മൾ ഇദ്ദേഹത്തിന്റെ വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട്, മാമനായിട്ടുള്ള വീഡിയോസും. അതൊക്കെ സ്വിച്ച് എന്ന് പറയുമ്പോൾ ജസ്റ്റിന് സത്യമാണോ കള്ളമാണോ പറയാറ്? പൊതുവെ കള്ളമാണോ പറയാറ്? ഞാൻ ഫോൾസ് പറയാൻ വേണ്ടി ക്വസ്റ്റ്യൻ ചോദിച്ച് ട്രിക്ക് ചെയ്തതാ. അത് ഇല്ലല്ല, അത് ശിവരാജ് പറഞ്ഞ കറക്റ്റ്. എനിക്ക് തോന്നുന്നു ഈ ടാസ്ക് കുറച്ചും കൂടെ പറ. ആദമിനെ കുറിച്ച് പറ. ആദത്തിന്റെ ഹോസ്റ്റലറിലെ പരിപാടിയൊക്കെ ഭയങ്കര രസമുള്ള ആക്ടിങ് ആയിരുന്നു. ആദം പിന്നെ കൂടുതൽ ക്യാരക്ടറിനെ കെയർ ചെയ്യും. ആദത്തിന് ഭയങ്കര ടെൻഷൻ ഉണ്ട് എപ്പോഴും, ക്യാരക്ടർ ഇങ്ങനെ ചെയ്താൽ ശരിയാവൂ. അത് പിന്നെ ഭയങ്കര കെയർലെസ് ആയിട്ടാണ് ഡെർബിയെ കാണുന്നത്. അത് പിന്നെ ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങില്ല, പിണങ്ങി വീട്ടിൽ നിന്ന് പോവില്ല. ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ആപ്പിൾ വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോകില്ല. രാത്രി 12 മണിക്ക് പിണങ്ങി മാറിയിരിക്കില്ല. അത് ഒട്ടും പിണക്കം ഇല്ലാത്ത ഒരാളാണ്. സ്വിച്ച് ചെയ്യാൻ തോന്നില്ല പറഞ്ഞു. പറ ആളെ കുറിച്ച് തന്നെ പറഞ്ഞോ. കിട്ടിയ നന്നായിട്ട് ഹ്യൂമർ ചെയ്യാൻ ഉള്ളൊരു കപ്പാസിറ്റി. സ്വിച്ച് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. സത്യം പറയാൻ പറഞ്ഞു. നന്നായിട്ട് ഹ്യൂമർ ചെയ്യും. നമ്മൾ ടേക്കിന്റെ ഇടയ്ക്കൊക്കെ ഇവനും അമീനും കൂടി ചില സാധനം ഇടുമ്പോൾ നമുക്ക് ടേക്ക് വീണ്ടും വീണ്ടും പോയിട്ട് ചിരി വരും. നമുക്ക് കൂടുതൽ ചിരി വന്നിട്ട് നമ്മള് അതൊക്കെ ഒന്നുകൂടി പോകും. ഒരു കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തിടും. ഭയങ്കര രസമാണ്. പിന്നെ സ്വിച്ച് കള്ളം, നിന്നെ പറ്റി കള്ളം പറയണം. നല്ലവനാണ്. ഉണ്ടോ? ഇല്ല, നല്ലവനാണ്. എല്ലാവരും കാര്യഗൗരവത്തോടെ ആൾക്കാരോട് കള്ളം പറയോ? റെസ്പോൺസിബിൾ ആണ്. ഭയങ്കര ടാലന്റഡ് ആണ്. ഫ്രാങ്കോ ലാസ്റ്റ് അറിയുന്നത് വെച്ച് പറ. സത്യം പറഞ്ഞാൽ മതി. പറ ആദ്യം. പെർഫോമൻസ് കൊള്ളാം. പിന്നെ ഈ പടത്തിൽ എനിക്ക് തോന്നുന്നു നമുക്കൊരു പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി പണിയെടുക്കുന്ന പോലൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഫസ്റ്റ് ഡേ ഷൂട്ട് എനിക്ക് വെള്ളം കൂടെയായിരുന്നു. അപ്പൊ അന്നത്തെ ദിവസത്തെ ആ ഒരു ഇത് എനിക്ക് മനസ്സിലായതാണ് ഈ കാര്യങ്ങൾ. പിന്നെന്താ പറയാ, കുഴപ്പമില്ല. സ്വിച്ച് പറയൂ സുപർണ. നല്ലതല്ലേ? നല്ലത്. എനിക്ക് ഫ്രാങ്കോനെ നേരത്തെ അറിയാം, സിനിമ വന്നിട്ടല്ല, അതിന് മുന്നേ അറിയാം.
അപ്പൊ അത് ജിംഖാനയുടെ സമയത്ത് ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്താണ് ഇവൻ Okay. വർക്ക്ഔട്ടും അതുപോലെ മറ്റേ എനിക്കുള്ളൊരു ഫാമിലി അങ്ങനെയായിട്ട് ഞാൻ അങ്ങനെ അറിയാം. അങ്ങനെ അറിയാം. അപ്പൊ ഞാൻ അറിയത്തില്ല എന്നാ പറഞ്ഞേ. അതായത് നമ്മള് അത്ര സംസാരിച്ചിട്ടില്ല, ജിമ്മിൽ വെച്ച് കാണും. അപ്പൊ ഞാൻ വെച്ച് ഗുഡ് മോർണിംഗ് സർ, ഗുഡ് ഈവനിങ് സർ, ഗുഡ് ആഫ്റ്റർനൂൺ സർ, ആ പരിപാടി. ഫ്രാങ്കോ സാറോ ഗുഡ് മോർണിംഗ് സാർ എന്നൊക്കെ. അധികം ഞാൻ ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചാൽ അങ്ങനെ അറിയാം. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് സ്വിച്ച് പറഞ്ഞു. സ്വിച്ച് നല്ല ഭയങ്കര ജാടയാണ്, ഭയങ്കര ജാടയാണ്. അതുപോലെ ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. അഭിനയം വരികയില്ല. നോക്കിയ ശരിക്കും ഞാൻ കഴിഞ്ഞ സ്വിച്ച് ചെയ്യാൻ പറഞ്ഞു സാർ എന്നൊക്കെ വിളിക്കും. ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ എപ്പോ കണ്ടാലും ഇരിക്കട്ടെ. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെയൊക്കെ കോളേജ് ലൈഫിനെ കുറിച്ച് പറയുമ്പോഴേ ശരിക്കും ഇപ്പൊ ജസ്നയോട് ചോദിക്കുകയാണെങ്കിൽ തണ്ണീർമത്തൻ ദിനത്തിലെ കോളേജ് ലൈഫ് പോലെയായിരുന്നു അതോ പ്രേമത്തിലെ പോലെയായിരുന്നു, എങ്ങനെയായിരുന്നു? രണ്ടും അല്ല, ഇതൊരു ഹൊറർ പടമോ അല്ലെങ്കിൽ അങ്ങ് വല്ല ഹോണ്ടഡ് ഹൗസോ. ഒറിജിനൽ തന്നെ ഞാൻ പറയുന്നത്. ഡെർബി അല്ല, ഡെർബി അടിപൊളിയായിരുന്നു. ഞാൻ എന്റെ ശരിക്കുള്ള കോളേജ് ലൈഫ് ഭയങ്കര ട്രോമാറ്റിക് ആയിരുന്നു. ഞാൻ ഓർക്കാനേ ആഗ്രഹിക്കാത്ത സംഭവം. ഇങ്ങനെ ഇവന്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ മാക്സിമം പോവാണ്ടിരിക്കും. എനിക്ക് അവിടെ പോയാൽ ഭയങ്കര സഫിക്കേഷൻ ആണ്. അപ്പൊ അങ്ങനെ അവിടുത്തെ മാനേജ്മെന്റും ഒക്കെ അങ്ങനെയായിരുന്നു. പിന്നെ എന്റെ ഡ്രീംസ് ആണെങ്കിലും ഫോളോ ചെയ്യാൻ സപ്പോർട്ട് ഇല്ലാത്ത കോളേജായിരുന്നു. പക്ഷെ ഡെർബിയിലേക്ക് വന്നപ്പോ അതായിരുന്നു എനിക്ക് ഏറ്റവും ബെനിഫിറ്റ്. ഒരു 3 വർഷത്തെ കോളേജിൽ ഉണ്ടാവണം എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഹരി ഒബ്വിയസ്ലി ഹീറോ ആയിരുന്നു. ഞാൻ കോളേജിൽ അധികം പോവാറില്ലായിരുന്നു. താല്പര്യമില്ല പഠിക്കാൻ. കോളേജിൽ അധികം പോവാറില്ലായിരുന്നു. അപ്പോഴേക്കും മൾട്ടിമീഡിയ കംപ്ലീറ്റ് ചെയ്തു. അതിന് മുമ്പ് ഞാൻ BBA പഠിച്ചതാ. അപ്പൊ അവിടെ പോവാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാണ്ട് അവിടെ നിന്ന് ഇറങ്ങിയതാ. മൾട്ടിമീഡിയ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. കോളേജിൽ ക്യാമ്പസ് ലൈഫ് ഒന്നും ഇല്ലായിരുന്നു. അതിനു മുന്നേ കംപ്ലീറ്റ് ചെയ്തോ? അതിനു മുന്നെയാണ് BBA. അത് പകുതി എത്തിയപ്പോഴാണ് പരിപാടി വർക്കാവില്ലെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. ആ കോളേജ് ശരിക്കും പരിപാടി കൊണ്ടിരുന്നു. ഞാൻ പങ്കെടുക്കാതെ എപ്പോഴും മാറി. അവിടെ വലിയ കണക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ശിവരാജിന് എങ്ങനെയുണ്ടായിരുന്നു കോളേജ് ലൈഫ് ഒക്കെ? ഞാൻ പ്രൈവറ്റ് കോളേജിലാണ് പഠിച്ചത്. ജോലിക്ക് പോകും, അങ്ങനെയാണ് കോളേജ് പരിപാടി പോയിക്കോട്ടെ. ഓക്കെ, വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ പ്രൈവറ്റ് ആയിട്ട്. അപ്പൊ അങ്ങനെ ഭയങ്കര കുറച്ച് ടൈമേ ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ജോലിക്ക് പോകും, അങ്ങനെയുള്ള പരിപാടി. ഓക്കെ, അപ്പം മുഴുവനായിട്ട് ആ ഒരു കോളേജ് ലൈഫ് ആ ഒരു ഫീൽ ചെയ്തിട്ടില്ല. ഫ്രാങ്കോന്ന് എനിക്ക് അങ്ങനെയൊന്നുമില്ല. സ്കൂളിലൊക്കെ പോയി നമ്മുടെ പരിപാടിക്ക് വരാന്ന് പറയുന്ന പരിപാടിയുള്ളൂ. ഒബ്വിയസ്ലി മെയിൻ ആയിരിക്കുമല്ലോ അല്ലേ കൂട്ടത്തിലുള്ള ഗ്യാങ്ങില്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് അതിന്റെ കൂടെ പോവാന്നല്ലാണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഗ്യാങ് ഇല്ല. ഓക്കെ, എന്തായാലും ഡെർബി ഒരു വൻ വിജയമാവട്ടെ. നിങ്ങളുടെ ഈ ഒരു ചിരിയും കളിയും ഈ ഒരു വൈബ് തന്നെ ആയിരിക്കും നമുക്ക് ഫിലിമിലും പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. എല്ലാവർക്കും ഒരു ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്തതുപോലെ ആ ഒരു 3 hours 2 hours ഫിലിം കണ്ട് കഴിഞ്ഞ് വരുമ്പോൾ ആ ഒരു വൈബ് എല്ലാവർക്കും കിട്ടട്ടെ. വീണ്ടും പുതിയ മൂവിയിൽ എല്ലാവരെയും ഈ ഫേസസ് വീണ്ടും കാണാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്.